ഓർമ്മയുണ്ടോ നമ്മുടെ യാത്രകൾ? കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മൾ കുറച്ച് അടിപൊളി യാത്രകൾ നടത്തി, ഓർക്കുന്നില്ലേ? ഡിസ്നി വേൾഡിൽ പോയി മിക്കി മൗസിനെ കെട്ടിപ്പിടിച്ചതും, ഐസായ ഒരു ലേക്കിൻ്റെ മുകളിൽ ജീപ്പ് ഡ്രിഫ്റ്റ് ചെയ്തതും, മറ്റൊരു ഫ്രോസൺ ലേക്കിൻ്റെ മുകളിലൂടെ സ്നോമൊബൈൽ മിന്നിച്ചതും, കസിൻസിൻ്റെ കൂടെ കാരവണിൽ 2 ആഴ്ച അമേരിക്കയിലെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടതും, പിന്നെ കോവിഡിന് ശേഷം കാനഡയിലും ഹവായിലും ദുബായിലും പോയി അടിച്ചു പൊളിച്ചതും, അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റായിരുന്ന നോർവേയും ഐസ്ലാൻഡും റോഡ് ട്രിപ്പ് അടിച്ചതും, അങ്ങനെ എത്ര യാത്രകൾ അല്ലേ? പിന്നെ ഒരു ഗ്യാപ്പായിരുന്നു. ഇന്ന് മെയ് 19 ഞങ്ങൾ യാത്ര ചെയ്തിട്ട് ഇന്നേക്ക് 1 വർഷം. ടെൻഷനുണ്ട്. കിട്ടിയില്ലെങ്കിലേ നമ്മൾ ഈ കൊച്ചിനെ വെച്ച് എന്താ ചെയ്യുക? വീട്ടിൽ നിന്നും ഞങ്ങൾ പതിവിലും നേരത്തെ ന്യൂയോർക്ക് JFK എയർപോർട്ടിലേക്ക് ഇറങ്ങി. 5 പെട്ടിയും ഒരു കുട്ടിയും ഉണ്ട് കൂടെ. എയർപോർട്ടിലെത്തി. ചെറിയൊരു പ്രശ്നമുണ്ട്. ഡെസ്റ്റിനേഷനിലേക്ക് പറക്കാൻ ഞങ്ങൾ 3 പേർക്കും ടിക്കറ്റില്ല. കസിൻ അപ്പുണ്ണിയുടെ ബഡ്ഡി പാസിലാണ് ഞങ്ങളുടെ വിശ്വാസം. സ്റ്റാൻഡ് ബൈ ലിസ്റ്റിലാണിപ്പോൾ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് പാരീസിൽ പോവാൻ ഞങ്ങൾ ഇറങ്ങി. ഇത്തവണത്തേക്കാൾ വിശ്വാസം ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്നു. എന്തായാലും അന്ന് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. പാരീസിന് പകരം ഞങ്ങൾ UK-യും സ്കോട്ട്ലൻഡും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇന്നിപ്പോൾ സ്റ്റാൻഡ് ബൈ ലിസ്റ്റിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ വളരെ കൂടുതലാണ്. അടുത്ത 10 ദിവസത്തേക്കുള്ള ഹോട്ടലും ബോട്ടും ട്രെയിനും ടൂറും ഫുള്ളി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം വൈകിയാൽ മതി, ട്രിപ്പ് ഫുൾ ക്യാൻസൽ ചെയ്യണം. 70% റീഫണ്ട് കിട്ടില്ല. അതിലും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ ഞങ്ങൾക്ക് ഒരു ബാക്കപ്പ് പ്ലാനും ഇല്ല. കയ്യിൽ ഒന്നുമില്ലാതിരുന്ന സമയത്തും ഞങ്ങളുടെ കയ്യിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നതും ഇത് തന്നെയാണ്, ശുഭാപ്തി വിശ്വാസം. കൃത്യസമയത്ത് ദാ വരുന്ന ഒരാൾ, കസിൻ വിഷ്ണു മൊഴിഞ്ഞു, ടെൻഷൻ അടിക്കേണ്ട ഉണ്ണി, ടിക്കറ്റ് ഉണ്ട്. അങ്ങനെ 1 വർഷത്തെ കാത്തിരിപ്പ് ഒരു ദിവസത്തെ ഡ്രാമ കൊണ്ട് ഞങ്ങൾ കിക്ക് സ്റ്റാർട്ട് ചെയ്തു. പ്ലെയിനിൽ കയറി. ഞങ്ങളുടെ ദ മോസ്റ്റ് അവൈറ്റഡ് ട്രിപ്പിൻ്റെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ലണ്ടൻ ഹീത്രൂ എയർപോർട്ടിൽ നിന്ന് അണ്ടർഗ്രൗണ്ട് ട്രെയിൻ പിടിച്ച് വെസ്റ്റ്മിൻസ്റ്റർ സ്റ്റേഷനിലേക്ക്. 1 വർഷമായി ഇക്കുവിൻ്റെ ആഗ്രഹമാണ് ലണ്ടൻ ബിഗ് ബെൻ കാണണം. ബിഗ് ബെൻ കണ്ടിട്ടും പ്രതീക്ഷിച്ച എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇക്കുവിൻ്റെ മുഖത്ത് ഞങ്ങൾ കണ്ടില്ല. ലണ്ടനിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് ശ്രീഹരിയെ കാണാനാണ്. ഇതാണ് ശ്രീഹരി, ഭാര്യ അനഘ. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ OG സബ്സ്ക്രൈബറാണ്. ഓൾമോസ്റ്റ് 10 വർഷമായി ഞങ്ങളുടെ ഉറ്റ സുഹൃത്താണ്. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഇതുപോലുള്ള ഉറ്റ സുഹൃത്തുക്കൾ. 2-3 മണിക്കൂർ കൊണ്ട് ശ്രീഹരി ഞങ്ങളെ ലണ്ടൻ ചുറ്റിക്കാണിച്ചു. പിരിയുന്നതിന് മുമ്പ് ആര്യഭവനിൽ കയറി ഒരു മസാല ദോശയും കഴിച്ചു. ഓർത്തിരിക്കാൻ കുറച്ച് ചിത്രങ്ങളും പകർത്തി. അവിടുന്ന് നേരെ ട്രെയിൻ പിടിച്ച് ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക്. ലൗഞ്ചിൽ കയറി ഫ്രഷനപ്പായി ബഡ്ജറ്റ് എയർലൈൻസ് സ്വിസ് എയറിൽ കയറി. അടുത്ത രാജ്യം, അടുത്ത നഗരം. കഴിഞ്ഞ 24 മണിക്കൂറിൽ നടന്ന കാര്യങ്ങൾ ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കിയാൽ, വീട്ടിൽ നിന്നും ടാക്സി വിളിച്ച് ടിക്കറ്റ് ഇല്ലാതെ ന്യൂയോർക്ക് JFK എയർപോർട്ടിലെത്തി. ടെൻഷൻ അടിച്ച് അവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറി ലണ്ടൻ ഹീത്രൂ എയർപോർട്ടിലെത്തി. 2 ട്രെയിൻ മാറിക്കയറി വെസ്റ്റ്മിൻസ്റ്റർ സ്റ്റേഷനിലെത്തി. 2 മണിക്കൂർ കൊണ്ട് ലണ്ടൻ ചുറ്റിക്കണ്ട് അവിടെ നിന്ന് അടുത്ത ട്രെയിൻ പിടിച്ച് ഗാറ്റ്വിക് എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് പറന്ന് അടുത്ത രാജ്യം. ഫസ്റ്റ് ഡേ കൊള്ളാം, പൊളിച്ചു. കഴിഞ്ഞ 1 വർഷത്തിൽ ഞങ്ങൾ മിസ് ചെയ്തത് എക്സാക്ട്ലി ഇത് തന്നെയാണ്. നമസ്കാരം ഗൈസ്, സഞ്ജയ് റിയ ഹിയർ. വെൽക്കം ടു ട്രിപ്പ് കപ്പിൾ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ ലണ്ടനിൽ നിന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ തന്നെ ഇല്ലാനും, മീൻസ് ഫസ്റ്റ് ലിസ്റ്റിലൊന്നും ഇല്ലാനും ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഹംഗറി എന്ന് പറയുന്ന കൺട്രിയിൽ ബുഡാപെസ്റ്റ് എന്ന് പറയും. ഹംഗറിയുടെ ക്യാപിറ്റലാണ് ബുഡാപെസ്റ്റ്. ബുഡാപെസ്റ്റ് ഗ്രേറ്റ് ഹോട്ടലോ അങ്ങനെയുള്ള സിനിമകളിലും ഗ്രാൻഡ് ബുഡാപെസ്റ്റ്, അതിലൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇൻസ്പയർ ആയിട്ടുണ്ട് കാണാനായിട്ട്. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു 1.5 ദിവസത്തിൻ്റെ പ്ലാനിൽ ഈ എന്താ പറയുക ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് കുറേ ലിസ്റ്റ് ഉണ്ട് കാണാൻ. ഇന്നലെ ഞങ്ങൾ വണ്ടി ഓടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് പറഞ്ഞ ആൾക്കാരല്ല. അവിടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് ടാക്സിക്കാരനൊക്കെ ഞങ്ങളുടെ അടുത്ത് വേറെ ഏത് ഭാഷ സംസാരിച്ചിരുന്നു. ഞങ്ങൾ അതാണ് തലയാട്ടി കൊണ്ടിരിക്കണം. ഭയങ്കര വീടായിരുന്നു. ചില സ്ഥലത്തൊക്കെ എത്തിക്കുമ്പോൾ പഴയ വീഡിയോ കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ഒക്കെ വീഡിയോസ് കാണാൻ ടൈപ്പ് കുറേ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് ഷെർണോബിലിൻ്റെ ഒക്കെ ഓർമ്മ. അങ്ങനത്തെ ആൾക്കാർ ഷെർണോബിൽ കാണേണ്ട കുറേ ആൾക്കാരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കൾച്ചർ ഷോക്ക് വരെ കുറേ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത് ഇതിനു മുമ്പ് എനിക്ക് അധികം കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളിലല്ലേ പോകുന്നത്. പക്ഷെ നമ്മൾ വേറൊരു സ്ഥലത്ത് കുറച്ച് ഏലിയൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത് എനിക്കിത് ആദ്യമായിട്ടാണെന്നാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ ബാക്കി ദുബായ്, മെക്സിക്കോ എല്ലായിടത്തും പോലും അമേരിക്കൻസും ഇംഗ്ലീഷും ഒക്കെ ഉള്ളതുകൊണ്ട്
ഒട്ടും ഒരു ഒറ്റപ്പെടലൊന്നും തോന്നിയില്ല. ഇവരുടെ ഫ്ലൈറ്റിൽ ഞങ്ങൾ മാത്രമായിരുന്നു ബ്രൗൺ സ്കിന്നായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ബുഡാപെസ്റ്റ് സിറ്റിയിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ടൂറിസ്റ്റ് ആണെന്ന് തോന്നുന്നു, കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക കണ്ടു പറ്റിയൊരു ടൈപ്പ് ഫേസസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ പോകണത് ലേറ്റ് നൈറ്റാണ് എത്തിയത്. ഒരു കുഞ്ഞുറക്കം, ഇന്നലത്തെ ഡേ ഞങ്ങൾക്ക് ഭയങ്കര ലോങ് ആയിരുന്നു, അതുകൊണ്ട് ക്ഷീണമൊക്കെ ഞങ്ങളുടെ മുഖത്തുണ്ടാവും. 4-5 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്. ഇന്ന് ലോങ് ഡേ ആണ്, ഇന്ന് കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ബുഡാപെസ്റ്റ് 1.5 ദിവസം കൂടെ ഇങ്ങനെ കണ്ടു തീർക്കുന്നതാണ് ഞങ്ങളുടെ ശ്രമം. ലെറ്റ്സ് ഗോ. യൂഷ്വലിനേക്കാളും അത്ര ലേറ്റ് ആയിട്ടില്ല ഞങ്ങൾ. ഇന്നിപ്പോൾ 9:30 ആയപ്പോൾ തന്നെ കൊച്ചിനെ പൊക്കി പിടിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഒരു മെയിൻ സ്ട്രീറ്റാണ് ഇവിടുത്തെ ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. വാസി ഓക്കെ, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണ്. മീൻസ് എനിക്ക് കുറേ എന്താ പറയുക ഇന്ത്യൻ ബ്രാൻഡ് മാംഗോ അങ്ങനെ അഡിഡാസ് അതിൻ്റെയൊക്കെ ഷോറൂംസ്, പക്ഷേ കുറച്ചുകൂടെ എന്താ പറയുന്നത് ടൂറിസ്റ്റി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ആർക്കിടെക്ചറും കൺസ്ട്രക്ഷൻസും ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഡൗൺ ടൗൺ ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്, വേറൊരു സ്ഥലം പോലെയാണ് തോന്നുന്നത്. ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. ഇവിടെ എന്തോ ലാംഗ്വേജ് ഭയങ്കര പ്രശ്നം. അപ്പോൾ VEG എന്ന് പറഞ്ഞിട്ട് ചെരുപ്പുകടയുടെ ഫ്രണ്ടിൽ എന്താ വെച്ചാൽ എനിക്ക് വെജിറ്റേറിയൻ എന്നൊക്കെ കാണുന്നത് വെച്ചാൽ വിശന്നിട്ട് അങ്ങനെയാണ് നോക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഓപ്പൺ നൗ റെസ്റ്റോറൻറ്റ്സ് 9:30 ആയിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഓപ്പൺ ഒന്നും ആയിട്ടില്ല. എന്താ ഇവിടെ ആര്യഭവന് അനുസരണഭവനോ ഒന്നും ഉണ്ടാകത്തില്ല. ലെറ്റ്സ് സീ. നമ്മൾ ഹംഗ്രിയിൽ വന്നിട്ട് ഹംഗ്രി ആയിരിക്കുകയാണ് ഗൈസ്. ഇത് പറയണത് ഞങ്ങൾ കുറേ നേരമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ ഞങ്ങൾക്ക് അധികം നടന്ന് ഫുഡ് അന്വേഷിക്കാനുള്ള ടൈം ഉണ്ടായില്ല. ഇപ്പോൾ ഹംഗ്രി ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു അമേരിക്കൻ അല്ലെങ്കിൽ ഫ്രഞ്ച് എന്താ പറയുക ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയിരിക്കുന്നത്. ഇവിടെ കുറച്ചൊക്കെ എന്താ പറയുന്നത് ഇവരുടെ കുസീൻസും കാര്യങ്ങളും ഉണ്ട്, പക്ഷേ എല്ലാത്തിലും സോസേജസും അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് അത് ട്രൈ ചെയ്യാൻ പറ്റില്ല. ഇതൊരു പാൻ കേക്കാണ്, പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കുറേ ഫ്രൂട്ട്സൊക്കെ വെച്ചതായിരുന്നു. അത് ഫ്രൂട്ട്സൊക്കെ എൻ്റെ പ്ലേറ്റിലോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഒരു വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അതായത് ചിയ സീഡും വെജിറ്റേറിയൻ ആണെങ്കിലും എഗ് വെജായേക്കാണ്, ടോഫു, അവക്കാഡോസ്, പിന്നെ ഒരു സാലഡും ഉണ്ട്. ആൻഡ് സഞ്ജുവിൻ്റെ ഒരു സ്വീറ്റ് പൊട്ടറ്റോയും സോട്ടഡ് മഷ്റൂംസും ഒക്കെ വെച്ചിട്ടുള്ളതാണ്. ഇറ്റ് ലുക്സ് ഗുഡാണ്. കുറച്ചുകൂടെ നോക്കുകയാണെങ്കിൽ ടൂറിസ്റ്റ് സ്ഥലമായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബാക്കിലും സൈഡിലും ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് മൊത്തം അമേരിക്കൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു റെസ്റ്റോറൻറ്റ്. ആൻഡ് ഇവിടുന്ന് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇന്ന് ഇവിടെ ടർക്കിഷ് പ്രസിഡൻറ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ഫുൾ റോഡ്സ് ബ്ലോക്ക് ചെയ്തിട്ട് എന്നിട്ട് ഇവിടെ എല്ലാവരോടും ഇരുന്ന് ഹോൺ അടിച്ച് ഒക്കെയാണ് അവർ പ്രതിഷേധമാണോ അല്ലെങ്കിൽ ട്രാഫിക് ഇത് ചെയ്തേണ്ടതാണോ എന്നറിയില്ല. ഇവിടുത്തെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ എനിക്ക് എത്ര എവിടെയാണ് അവരുടെ സ്റ്റാൻഡെന്നോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും ഞാൻ അധികം പഠിച്ചിട്ടില്ല. സഞ്ജുവിനാണെന്ന് ചോദിക്കും. അറിയാലോ, പറഞ്ഞു തരാം. ഹംഗേറിയൻ പ്രൈം മിനിസ്റ്റർ വിക്ടർ ഓർബാൻ ഹംഗറിയെ ഒരു ഇല്ലിബറൽ ഡെമോക്രസിയാക്കി മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2010 മുതൽ ഭരണത്തിലുള്ള വിക്ടർ ഓർബാന്റെ ഫിഡേസ് പാർട്ടി പതിയെ ഒരു സ്വേച്ഛാധിപത്യത്തിലേക്ക് നീങ്ങുന്നത് കാണാം. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ നിന്നും പിന്മാറുന്ന ആദ്യത്തെ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് ഹംഗറി. 2025 LGBTQ+ സിംബൽസ് പൊതുസ്ഥലങ്ങളിൽ ഡിസ്പ്ലേ ചെയ്യാൻ പാടില്ല എന്നൊരു പുതിയ ലോ ഹംഗറി പാസാക്കി. ബുഡാപെസ്റ്റ് പ്രൈഡ് മാർച്ച് ബാൻ ചെയ്തു. ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഹംഗറി റഷ്യ, ചൈന, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായി കാണാം. ഇതെല്ലാം കൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയനായും നേറ്റോ ആയുമുള്ള ബന്ധം ചെറിയ തർക്കങ്ങളിലേക്ക് വഴിയൊരുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എത്തിയിരിക്കുന്ന ബുഡാപെസ്റ്റ് പലപ്പോഴും ഫിഡേസ് പാർട്ടിക്ക് എതിരായാണ് വോട്ട് ചെയ്യുന്നത്. ബുഡാപെസ്റ്റ് ഹംഗറിയിലെ ലിബറൽ ആൻഡ് ഓപ്പോസിഷൻ പൊളിറ്റിക്സിന്റെ സെന്റർ ആണെന്ന് പറയാം. ബുഡാപെസ്റ്റിന്റെ മേയറും ബുഡാപെസ്റ്റിൽ താമസിക്കുന്നവരും പുരോഗമന ആശയങ്ങളെയും യൂറോപ്യൻ യൂണിയനെയും സപ്പോർട്ട് ചെയ്യുന്നു. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കണ്ടത് സെൻറ്റ് സ്റ്റീഫൻസ് ബസിലിക്കയാണ്. ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. നമ്മളിവിടെ നടന്നു വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ വളരെ കുറവായിരുന്നു. അപ്പോൾ വിചാരിച്ചു ചിലപ്പോൾ ബുഡാപെസ്റ്റിലത്തെ തിരക്കുണ്ടാവുള്ളൂ, പക്ഷേ അങ്ങനെയല്ല. നമ്മൾ മെയിനായിട്ട് ടൂറിസ്റ്റ് സ്പോട്ടിലോട്ട് എത്തുമ്പോൾ നല്ല തിരക്കുണ്ട്. ഇന്ത്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കുറേ പേര് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു.
ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള കാഴ്ചയാണ്. ഞങ്ങളൊരു വളവ് തിരിഞ്ഞിങ്ങനെ നടന്നു വന്നപ്പോഴും പെട്ടെന്ന് അത് കണ്ടത്. ഭയങ്കര ഗ്രാൻഡ്, ഭയങ്കര ഭംഗിയുള്ള ആർക്കിടെക്ചറാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. സോ നമ്മളിവിടെ ഇവിടുത്തെ കൊമേഴ്ഷ്യൽ സ്ഥലത്തിലാണ് നിൽക്കുന്നത്. ഈ ബെസിലിക്കയുടെ അടുത്ത് തന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ള കുറേ സ്ട്രീറ്റുകളുണ്ട്. സോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലുള്ള സ്ട്രീറ്റാണ്, മെയിൻ ആയിട്ടുള്ള സ്ട്രീറ്റിലാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ നിറച്ചുണ്ട്. ഇവിടെ എല്ലാതരം കുസീൻസിൻ്റെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. മെക്സിക്കൻ ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്, അങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സ്. ആൻഡ് ഇവിടെയാണ് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആയിട്ടുള്ള ഈ എന്താ പറയുന്നത് ഹോപ്പ് ഓഫ് ഓൺ ബസ് റൈഡ്സും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ടിക്കറ്റ്സ് കൗണ്ടേഴ്സും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് പ്ലാൻഡ് അല്ലാണ്ടാണ് ഇവിടോട്ട് വരണമെങ്കിൽ എല്ലാ കാര്യം ഇവിടെ വന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നേരത്തെ റിസർവ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാം. ഭയങ്കര എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള, നമ്മളെപ്പോഴും കാണുന്ന സ്റ്റാച്യു പോലത്തെ അല്ലാത്തൊരു സ്റ്റാച്യു ഇവിടെയാണ്. നല്ല ഉണ്ടപ്പനായിട്ടുള്ള ഒരു അപ്പാപ്പൻ. കഥയൊന്നും അറിയില്ല. നമ്മൾ വാക്കിംഗ് ടൂർസ് ഒക്കെ ഇവിടെ നടപ്പുണ്ട്. അതൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റോറീസ് മനസ്സിലാവുമായിരുന്നു. ഞങ്ങളും കണ്ടോ കുറേ കാര്യങ്ങളൊക്കെ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഉണ്ടപ്പനായിട്ട് കൊടവയറൊക്കെ ആയിട്ട് നിൽക്കണം. എങ്ങനെയാണ് ബുഡാപെസ്റ്റിന് ഈ പേര് വന്നത് എന്നറിയാമോ? ഡാനൂബ് റിവറിൻ്റെ അക്കരെ ഇക്കരെയുള്ള 2 സിറ്റീസായിരുന്നു ബുഡയും പെസ്റ്റും. 1873 ഈ 2 സിറ്റികളും ഒന്നിച്ച് ഒരു സിറ്റിയായി ബുഡാപെസ്റ്റ്. 1849 ബുഡയും പെസ്റ്റും തമ്മിൽ കണക്ട് ചെയ്യാനായി നിർമ്മിച്ച ആദ്യത്തെ പെർമനൻറ്റ് ബ്രിഡ്ജാണ് നമ്മൾ നടക്കുന്ന ഈ ചെയിൻ ബ്രിഡ്ജ്. ചെയിൻ ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്താണ് ദ ഷൂസ് ഓൺ ദ ഡാനൂബ് ബാങ്ക് എന്ന ഈ മെമ്മോറിയൽ. സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് മരണപ്പെട്ട ആയിരക്കണക്കിന് ജൂയിഷുകാർക്ക് വേണ്ടി 2005 നിർമ്മിച്ചതാണ് ഈ മെമ്മോറിയൽ. 1944 ആരോ ക്രോസ് പാർട്ടി എന്ന നാസി ഫാസിസ്റ്റ് മിലീഷ്യ അവർ പിടിച്ചുകൊണ്ടുവന്ന ജൂയിഷുകാരെ ഷൂസ് ഉരുമാറ്റി ഡാനൂബിൻ്റെ കരയിൽ നിർത്തി ഒരു ദയയുമില്ലാതെ പുറകിൽ നിന്ന് വെടിവെച്ച് കൊന്നു. മൃതശരീരം ഡാനൂബ് നദിയിലേക്ക് പതിക്കുമ്പോൾ അവരുടെ ഷൂസ് മാത്രമായിരുന്നു കരയിൽ ബാക്കി. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ഷൂസ് ബാക്കി വെച്ചതെന്ന്. അന്നൊക്കെ ഷൂസിന് നല്ല വിലയായിരുന്നു. നല്ല വിലയുള്ള ഷൂസാണെങ്കിൽ കൊന്നവർ തന്നെ അതെടുക്കും. സൂക്ഷിച്ചു നോക്കിയാൽ വയസ്സായവരുടെ മാത്രമല്ല കൊച്ചു കുട്ടികളുടെ ഷൂസ് വരെ നമുക്കിവിടെ കാണാം. ദ ഷൂസ് ഓൺ ദ ഡാനൂബിൽ നിന്നും 5 മിനിറ്റ് നടന്നാൽ ഹംഗേറിയൻ പാർലമെൻറ്റ് ബിൽഡിംഗ് എത്തും. 268 മീറ്റർ നീളവും 96 മീറ്റർ ഉയരവുമുള്ള ഈ ബിൽഡിംഗ് ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെൻറ്റ് ബിൽഡിങ്ങുകളിൽ ഒന്നാണ്. 691 റൂമുകളും 29 സ്റ്റെയർ കേസസും 10 കോർട്ട്യാർഡ്സുമാണ് ഈ പാർലമെൻറ്റിനകത്ത്. 1885 തുടങ്ങി 17 വർഷമെടുത്ത് 40 മില്യൺ ബ്രിക്സും 5 ലക്ഷത്തിലേറെ പ്രഷ്യസ് സ്റ്റോൺസും 40 കിലോഗ്രാം സ്വർണവും ഉപയോഗിച്ച് 1902 ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം അവസാനിച്ചത്. ഹംഗേറിയൻ പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ ഏറ്റവും നല്ല വ്യൂ കിട്ടണമെങ്കിൽ അത് ഡാനൂബ് നദിയിൽ നിന്ന് കാണണം, അതും രാത്രി ഫുൾ ഇലുമിനേറ്റഡായി. അതൊരു കാഴ്ച തന്നെയാണ്. അതിനായി ഒരു അടിപൊളി പ്ലാൻ ഞങ്ങൾക്കിന്നുണ്ട്. ഹലോ ഗായ്സ്, ഇവിടെ മെയ് മാസമാണെങ്കിൽ നല്ല ചൂടുണ്ട്. ഒരു 14-15-16 ഡിഗ്രിയൊക്കെയാണ് ഇവിടുത്തെ ചൂട്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഈ വേരത്ത് കൂടെ നടന്ന് ടയർഡായിട്ട് ഒരു മരത്തണലിൽ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. ഇരിക്കുകയാണത് ഒരു പാർലമെൻറ്റ് ബിൽഡിംഗ് ഉണ്ട്. ബുഡാപെസ്റ്റിന് ഭയങ്കര ഫേമസ് ആയ ഒരു പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ്. ഇതാണ് മെയിൻ നമുക്കിവിടെ കാണാൻ പറ്റുമ്പോൾ ബോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റുന്ന ബിൽഡിംഗ് ഇതാണ്. അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് മെയിൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അപ്പുറത്താണ്. പക്ഷേ അത് കൺസ്ട്രക്ഷൻ ആയതാണ്, അവർ മൂടി വെച്ചേക്കാണ്. അപ്പോൾ മെയിനായിട്ടുള്ള ആ ഫ്രണ്ട് എലിവേഷൻ, ആ ഫസാഡ് നമുക്ക് കാണാൻ പറ്റും. ഒരു പടം പോലെ വരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇരിക്കണതെന്നാണ് പറയണേ. പക്ഷേ നമുക്കത് ഇപ്പോൾ കാണാൻ പറ്റില്ല, മൊത്തം മൂടി വെച്ചു. അപ്പോൾ നമുക്ക് ഇനി ഒന്നുകൂടി വന്നാലേ അത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാക്കി വെച്ചിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് ബുഡാപെസ്റ്റ് വരുമ്പോൾ നമുക്ക് അത് കാണാനായിട്ട് ഓക്കെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ചെയ്യണം. ഞങ്ങളിങ്ങനെ ബുഡാപെസ്റ്റൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വെതറൊക്കെ ചൂടൊക്കെ മാറി പെട്ടെന്ന് മഴ പെയ്തു. മഴ ചാറണുള്ളൂ ആക്ച്വലി. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഒരു ആർട്ട് മ്യൂസിയം ഉണ്ട്. എഴുതിയിരിക്കുന്നത് മിക്സാർനോക്ക് എന്നാണ് എഴുതിയേക്കണേ.
അവിടെ ഹീറോ സ്ക്വയർ, ബുഡാപെസ്റ്റ് ഹീറോ സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിൽ സ്ഥലമുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ആർട്ട് മ്യൂസിയം, അപ്പുറത്തും ഉണ്ടൊരു മ്യൂസിയം, അതുപോലെ തന്നെ ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ വന്ന് ഞങ്ങളിങ്ങനെ റെസ്റ്റ് ചെയ്യാണ്. ഗൈസ് ടയർഡായോ? എനിക്കൊരു ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ലീപ്പ് സ്കെഡ്യൂളൊക്കെ മാറി, നാപ്പൊന്നും ഇല്ല, അപ്പോൾ എനിക്കൊരു ഉറക്കം വരും. ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ അറിയില്ല ഇനി എന്താണ് നടക്കാൻ പോകണമെന്നുള്ളൂ. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് അടിപൊളി ബുഡാപെസ്റ്റ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ട്. അത് നൈറ്റാണ് ഞങ്ങൾക്ക്. അപ്പോൾ അതിന് മുമ്പായിട്ട് മഴ മാറുമെന്ന് പ്രതീക്ഷിക്കണം. മഴ പെയ്താലും കുഴപ്പമില്ല എന്ന് നമുക്ക് കിട്ടുന്ന കാഴ്ചകൾ കാണുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. മഴ മാറിയിട്ടാണ് ഞങ്ങൾക്ക് അടുത്ത ഡെസ്റ്റിനേഷനോട്ട് പോകാനായിട്ട്. ഞങ്ങളിപ്പം ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ട് വല്ല മിസ്സായ വല്ല സംഭവം ഉണ്ടോ എന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് മഴ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഞങ്ങൾ ഈ തൊട്ടിപ്പുറത്താണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ ഊബർ വിളിച്ചു. ഊബർ വരാൻ 10 മിനിറ്റ് എടുത്തു. അപ്പോഴേക്കും മഴയൊക്കെ മാറി. എന്നിട്ട് ആ ഊബർ ആണെങ്കിൽ കൊണ്ട് നീക്കി നിർത്തുകയും ചെയ്തു. അവിടെ നിന്നൊരു ഞങ്ങളുടെ ഒരു ഇതിൽ പറയാൻ ഒരു 10 അടി വെച്ചിരുന്നെങ്കിൽ ഇതേ കാസിലെത്തിയാണ്. സോ നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഒരു വലിയ കാസലിൻ്റെ മുന്നിലാണ്. ഈ കാസലിൻ്റെ പേര് എനിക്ക് പറയാൻ അറിഞ്ഞിടാത്തതുകൊണ്ട് അത് എഴുതി കാണിക്കാം. സോ കാസലും പാലസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാവും. സോ കാസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കോട്ട, ഇങ്ങനെ അതിന് ചുറ്റും വെള്ളമോ അല്ലെങ്കിൽ വലിയ മതിലോ അല്ലെങ്കിൽ യുദ്ധം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കിങ്ങിനെയോ റോയൽറ്റീസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കാസൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ചുറ്റും ഭടന്മാരൊക്കെ എപ്പോഴും എക്യുപ്ഡ് ആയിട്ടിരിക്കും. അങ്ങനെ പാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലക്ഷറിയും അവർ സേഫാന്ന് അറിഞ്ഞ് അവരുടെ ടൗണിൻ്റെ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക കിങ്ഡത്തിൻ്റെ ഉള്ളിലായിട്ട് ഉള്ള ഒരു സ്ഥലമായിരിക്കും പാലസ് എന്ന് പറയുന്നത്. അവിടെ അവരുടെ ആർട്ട് വർക്ക്സ് അല്ലെങ്കിൽ അവരുടെ ആൻസസ്റ്റേഴ്സിൻ്റെ പിക്ചേഴ്സ് അല്ലെങ്കിൽ ഗോൾഡ് അങ്ങനെ അച്ചീവ്മെൻറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിനെയാണ് പാലസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ എപ്പോഴും ഞാനൊക്കെ ഇങ്ങനെ എന്താ പറയുക ഫെയറി ടെയിലിൽ ഒക്കെ കാണുന്ന പോലത്തെ ഒരു ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് ഒരു വലിയൊരു ടവറൊക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയുന്നത് പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാസലിൻ്റെ ഫ്രണ്ടിലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ടൈം സെറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് നോക്കാവേ. ലെറ്റ്സ് ഗോ. Tell me you'll never come again. My heart is heavy from holding so tightly to only a memory. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ അടുത്തൊരു കുറച്ചുകൂടെ ഹാപ്പനിങ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് വന്നേക്കാണ്. ഇവിടുത്തെ ക്രൗഡ് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ഇവിടെ ക്രൗഡ് കുറച്ചുകൂടെ യങ്ങറാണെന്ന് തോന്നുന്നു. ഇവിടെ പാർക്കിൽ പിള്ളേർ കളിക്കുന്നുണ്ട്. അപ്പുറത്തൊരു വലിയ മാർക്കറ്റ് ഉണ്ട്. ആൻഡ് ഇതിന് ചുറ്റും കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ആൻഡ് ബാക്കിൽ ഒരു എന്താ പറയുന്നത് ബുഡാപെസ്റ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വൺ ഓഫ് ദി എന്താ പറയുന്നത് കാണുന്ന ഫോട്ടോസ് കാണുന്ന ഒരു ബ്രിഡ്ജുണ്ട്. സോ നമുക്കിതെല്ലാം കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വേറൊരു കാര്യം ഞാൻ ഇവിടെ ശ്രദ്ധിച്ചതെന്താണെന്ന് പറയട്ടെ, ഇവിടെ എല്ലായിടത്തും നല്ല അടിപൊളിയായിട്ട് സിഗരറ്റിൻ്റെ മണോ. ഇവിടെ കുഞ്ഞു പിള്ളേരെന്നല്ല ഉദ്ദേശിച്ചത്, എന്നാലും കുറച്ചുകൂടെ ചെറുപ്പക്കാരാണെങ്കിലും വയസ്സവരാണെങ്കിലും എല്ലാവരും ഇവിടെ നന്നായിട്ട് പുകയ്ക്കുന്നുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്. ഇറ്റ്സ് ഓക്കെ, വാ ലെറ്റ്സ് ഗോ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയേക്കാണ്. പിന്നെയും ഇത് ഫോർ സെയിൽ പബ് എന്ന് പറഞ്ഞിട്ടൊരു പബ്ബാണ്. കുറച്ച് യുണീക്ക് ആയിട്ടുള്ളൊരു പബ്ബാണ്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കുറേ പേപ്പറിൽ കുറേ നോട്ട്സ് ഉണ്ട്. ലോകത്തിൽ നിന്ന് കുറേ പേര് ആൾക്കാർ ലോകത്തിൻ്റെ പല അറ്റങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ എഴുതി അവരുടെ ഓർമ്മകൾ ഇവിടെ വെച്ച് പോയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ 2 പേപ്പർ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെയും ലൈക്ക് ട്രിപ്പ് കപ്പിൾ വാസ് ഹിയർ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ച് നമുക്ക് പോവാം. എന്നിട്ട് ചിലപ്പോൾ ഒരു 10-60 വർഷം കഴിഞ്ഞതിന് വന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ടാവുമെന്ന് നോക്കാവേ. ഫുഡ് എന്താ പറയുന്നത് അങ്ങനെ ഹംഗേറിയൻ സ്പെഷ്യൽ ഫുഡാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന ഒരു കോളിഫ്ലവർ ഫ്രൈഡും പിന്നെ ഒരു ചീസിൻ്റെ ഒരു സാധനം ഓർഡർ ചെയ്തേക്കണേ. പക്ഷെ ഇവിടെ വേറൊരു സംഭവം എന്താണെന്ന് അറിയാം, ഈ കുഞ്ഞ് സ്ക്വിറൽസിനൊക്കെ ഇഷ്ടമുള്ള പോലെ പീനട്സ് വെച്ചേക്കാണ്. ആൻഡ് അതും അതെ കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ ടേബിളും ഇട്ട് മെസ്സ് ചെയ്യാതെ നേരെ താഴോട്ടിടാനും അവർ പറഞ്ഞേക്കണം. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അവരങ്ങനെ പറഞ്ഞത്. കുബേബി ഇങ്ങനെ നമ്മുടെ പീനട്സ് പൊട്ടിച്ച് കുബേബി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശപ്പുണ്ടേ.
ബുഡാപെസ്റ്റിലെ ടൂറിസ്റ്റ് ഫേവറേറ്റ് ആയിട്ടും ഇവിടെ എന്താ പറയുക, എനിക്കും ഈ ഫോട്ടോ എടുക്കണം അങ്ങനെ ഒരു സ്ഥലത്തോട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട്. ഇതൊരു ലാൻഡ്സ്കേപ്പ് കുറച്ച് പൊങ്ങിയാണ്, ഒരു മലയുടെ മുകളിലായിട്ട് ഉള്ള ഇത് ചേർച്ചാണോ കാസലാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അത്ര ഡീറ്റെയിൽസ് അറിയത്തില്ല. ഇത് ഫിഷർമെൻ ബാസ്റ്റൺ കാസൽ എന്ന് എന്താണ് പറയുന്നത്. സോ ഇവിടെ നിന്ന് ബുഡാപെസ്റ്റിന് വ്യൂ കാണാൻ ഭയങ്കര രസമാണ്. ഇതിൻ്റെ ആർക്കിടെക്ചർ കണ്ട് ഞാൻ ഞെട്ടിയിരിക്കുക. ഇതിൻ്റെ റൂഫിംഗ് ഒക്കെ ആണെങ്കിലും ഒരു ടൈപ്പ് ഡിഫറെൻറ്റ് സ്ലേറ്റ്സ് പോലെ അങ്ങനെ കളേഴ്സും എല്ലാം കൊണ്ടും അടിപൊളി ഒരു സ്ഥലം. ഇത്രയും നേരം കണ്ട ബുഡാപെസ്റ്റിനേക്കാളും ഇത് വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയ പോലെ. അങ്ങനെ എന്താ പറയുന്നത്, ഭയങ്കര ട്രാൻസിഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മേ ബി എൻ്റെ എക്സ്പെക്റ്റേഷൻസ് വേറെ പോലെ ആയിരുന്നു എന്ന് തോന്നി. ടർക്കിഷ് ആ ഒരു ബൾഗറി ആ ഒരു കൾച്ചറാണ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ നമ്മൾ ഒരാളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒരാളെങ്ങനെ ഇരിക്കുന്നു വിചാരിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ഇതല്ലായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് അതിലും ഭംഗിയാണ്. ഇത് കാണാൻ ഭയങ്കര രസമാണ്. നിങ്ങളപ്പോൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കണ്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർക്കിടെക്ചേഴ്സ് കാണാൻ പറ്റും. അവിടെ നിന്ന് ഒരു അടിപൊളി വ്യൂ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് ആ വ്യൂവിൻ്റെ ഒരു ഫോട്ടോയും എടുക്കണം. ലെറ്റ്സ് ഗോ. ബുഡാപെസ്റ്റിലെ യാത്ര ഒരിക്കലും ഒരു ബോട്ട് റൈഡ് ഇല്ലാണ്ട് തീർക്കാൻ പാടില്ല എന്ന് ഞങ്ങളോട് പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട്. സോ ഞങ്ങൾ രാത്രി 10 മണിയുടെ ലാസ്റ്റ് ബോട്ടാണ്. രാവിലെ തുടങ്ങിയ നടത്തമാണ്. കാലൊക്കെ നല്ല വേദനയുണ്ട്, പക്ഷേ ഈ കാഴ്ചകളുണ്ടോ കണ്ണിന് നല്ല സുഖമുണ്ട്. എനിക്കറിഞ്ഞൂടാ, ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞില്ലേ എൻ്റെ ലിസ്റ്റിലൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. മേ ബി ഞാൻ തിരിച്ചിങ്ങോട്ട് വരും തോന്നുന്നുണ്ട്. അത്രയും ഭംഗിയുള്ള സ്ഥലം. ആർക്കിടെക്ചറും കഥകളും ആൻഡ് എന്താ പറയുക, എനിക്ക് കുറേ ഫാക്ടേഴ്സ് എന്താ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ റൈഡ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ബ്യൂട്ടിഫുൾ റിവറിൽ ഞങ്ങളുടെ ഈ യാത്രയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നിങ്ങൾ ഈ പേര് എന്താ റിവറിൻ്റെ പേര്? ഡാനൂബ്. ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. ഇപ്പോൾ ബോട്ടിങ് ഇങ്ങനെ വളങ്ങി പോവാണ്. ഇത് നോക്കി, അങ്ങ് ദൂരെ ബുഡ കാസലും ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ കുറേ മുമ്പ് ഈ കര പിടിച്ച് കുറേ കാര്യങ്ങളൊക്കെ കണ്ട് നടന്നില്ലേ. സോ ആ നടന്ന സ്ഥലങ്ങളും ആൻഡ് അടിപൊളി ഒരു വെതറും എനിക്ക് വാക്കുകളില്ല. ഇത് കറക്റ്റ് പ്ലേസിങ് ഡേ ആയിരുന്നു അല്ലേ. റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളോട് വന്ന് ചോദിച്ചായിരുന്നു വാട്ട് യുവർ പ്രിഫറൻസ്. ഇറ്റ്സ് ഫോർ എ ടോസ്റ്റ്. ഞാൻ വൈറ്റ് വൈനാണ് പറഞ്ഞേക്കുന്നത്, സഞ്ജു റെഡ് വൈനാണ് പറഞ്ഞേക്കുന്നത്. ചിയേഴ്സ് ടു അസ് സഞ്ജ. Try to turn
പണ്ട് ബുഡാപെസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. ബുഡാപെസ്റ്റിലോ ഒരു അമ്മയും മോനും ഉണ്ടായിരുന്നു. അവർക്ക് പരസ്പരം കുറേ ഇഷ്ടമായിരുന്നു. അമ്മയ്ക്ക് മോനെയും മോനും അമ്മേനെയും ഇഷ്ടമായിരുന്നു. അമ്മ ഒരു ദിവസം രാവിലെ ജോലിക്ക് പോയി തിരിച്ചു വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ആ ബേബി ഇല്ല. അമ്മയ്ക്ക് ആകെ ടെൻഷനായി. അമ്മ അവിടെയും ഇവിടെയും ഒക്കെ പോയി ചോദിച്ചു, എൻ്റെ ബേബി ഇവിടെ വന്നോ? അവിടെ അടുത്ത് ആകെ ഒരു ടൗണേ ഉണ്ടായിരുന്നു. അത് ഒരു സ്ട്രീറ്റിൽ, അവിടെ എല്ലാ കടകളും ഒക്കെ ഉള്ളത്. അവിടെ ചെന്ന് നോക്കി, ബേബി അവിടെ ഉണ്ടോ? അവിടെ ഉണ്ടായില്ല. ആ അമ്മയോട് ആ നാട്ടിലെ ഏറ്റവും വയസ്സായിട്ടുള്ള ഒരാൾ പറഞ്ഞു, മോൺസ്റ്റേഴ്സ്, ഈ പുഴയുടെ താഴെ 3 മോൺസ്റ്റേഴ്സ് ഉണ്ട്. ആ മോൺസ്റ്റേഴ്സ് പിടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവർ പിടിച്ചിട്ട് പോകുന്ന ആൾക്കാരുടെ ഷൂ ഇങ്ങോട്ട് എറിയുന്നു. അത് ഈ കരയിലുണ്ടാവുന്നു. അമ്മ ഓടി വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ബേബിയുടെ ഷൂ. അതിനർത്ഥം ആ ബേബീനെ മോൺസ്റ്റേഴ്സ് പിടിച്ചുകൊണ്ട് പോയിന്നല്ലേ. അവിടെ അടിമയായിട്ട് വെച്ചേക്കുവാന്നറിയോ ഇക്ക് ബേബി. ആ ചേട്ടനെ പിടിച്ചുകൊണ്ട് പോയില്ലേ, ആ ചേട്ടനെ ആ മോൺസ്റ്റേഴ്സ് 7 years 7 years ആ മോൺസ്റ്ററിനെ അവർ അതിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത് വെച്ചു. ആ മോൺസ്റ്ററിൻ്റെ പണികളൊക്കെ ചെയ്യിപ്പിച്ചു, കുക്ക് ചെയ്യിപ്പിച്ചു, അവരുടെ മൊത്തം ക്ലീനിങ്, അങ്ങനെ കുറേ പണി എടുപ്പിച്ചു. അടിമേനെ പോലെ അങ്ങനെ ഫുൾ പണി എടുപ്പിച്ചു. പക്ഷെ 7 years കഴിഞ്ഞപ്പോൾ അവർ നോക്കിയപ്പോൾ ഇവൻ ഒന്നിനും എതിരൊന്നും പറയാണ്ട് എല്ലാ പണിയും എടുത്തുകൊണ്ട് അവരിവന് ഗിഫ്റ്റായിട്ട് ഒരു ലോക്ക് കൊടുത്തേക്കോ. ഒരു ലോക്ക്. ആ ലോക്കിന് മാജിക്കൽ പവേഴ്സ് ഉണ്ടായിരുന്നേക്കോ. ആ ലോക്ക് തുറന്നിട്ട് എന്ത് വിഷ് പറഞ്ഞാലും അത് നടക്കും. ഇത് കേട്ടപ്പോൾ ഈ കൊച്ച് ആദ്യം തന്നെ വിഷ് ചെയ്ത് അതിൻ്റെ മമ്മേനെ കാണണമെന്നായിരുന്നു. അങ്ങനെ തന്നെ ഓടിപ്പോയി ആദ്യം ആ കൊച്ചിൻ്റെ മമ്മേനെ കണ്ടു. എന്നിട്ട് ആ കൊച്ചു മമ്മയോട് പറഞ്ഞു, അമ്മ, ഇവിടുത്തെ രാജാവിൻ്റെ വീട്ടിൽ കൊട്ടാരത്തിൽ ചെന്ന് പറ, എനിക്ക് രാജാവിൻ്റെ മകളെ കല്യാണം കഴിക്കണമെന്ന്. രാജാവിൻ്റെ മകള് അതിസുന്ദരിയായിട്ടുള്ള ഒരു കൊച്ചായിരുന്നു. അത്ര സുന്ദരിയാണ്. അതിസുന്ദരി. അവിടെ ചെന്നപ്പോൾ രാജാവ് പറഞ്ഞു, ഓക്കെ, ഇവന് ഞാൻ കല്യാണം കഴിച്ചു തരാം. പക്ഷെ ഇവന് എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് അവനോട് ഒരു വിഷ് പറഞ്ഞു. ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താണെന്നറിയോ? രാജാവിൻ്റെ ഈ കൊട്ടാരത്തിൽ നീ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു വലിയ സിറ്റി കാണണം എന്ന്. അപ്പം തന്നെ അടുത്ത ദിവസം രാവിലെ രാജാവ് എണീറ്റ് വന്ന് നോക്കിയപ്പോൾ ഇവിടെ വന്നാൽ ഇങ്ങനെ നോക്കിയപ്പോൾ എന്തായിരിക്കും, അവിടെ ബുഡാപെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ സിറ്റി ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ രാജാവ് അടുത്ത ദിവസം ചോദിച്ചു, എടാ, ഇപ്പം നീ ടൗണൊക്കെ ഉണ്ടാക്കി, വലിയ സിറ്റിയൊക്കെ ഉണ്ടാക്കി, പക്ഷെ ഈ കൊട്ടാരം ഇപ്പുറത്തല്ലേ രാജാവിൻ്റെ, ഈ സിറ്റിയിലോട്ട് പോകാനായിട്ട് ഒരു പാലം വേണമെന്നോ. അപ്പം തന്നെ ആ ബാലൻ എന്ത് ചെയ്തു, ആ ലോക്കിനോട് ചെന്ന് പറഞ്ഞ് ലോക്ക് അപ്പം തന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ബ്രിഡ്ജ് ഇവിടെ ഉണ്ടാക്കി. ഇതാണ് ചെയിൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ബ്രിഡ്ജ്. നല്ല രസമില്ലേ? ഈ ബ്രിഡ്ജിൽ നിന്ന് കൊട്ടാരത്തിൽ നിന്ന് അവർക്ക് ഈ വലിയ ടൗൺഷിപ്പിലോട്ട് വരാൻ പറ്റി. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രാജാവിന് സന്തോഷമായി. എല്ലാം നടക്കുകയാണല്ലോ. രാജാവ് പറഞ്ഞു, ഞാനെങ്ങനെ എൻ്റെ മോളെ ഒരു കുഞ്ഞു വീട്ടിലോട്ട് കല്യാണം കഴിച്ചു തരണേ? അവൾക്ക് താമസിക്കാനായിട്ട് ഒരു കൊട്ടാരം തന്നെ വേണമെന്ന് പറഞ്ഞേക്കു ബേബി. കേട്ടോ? അടുത്ത ദിവസം രാവിലെ രാജാവ് കൊട്ടാരത്തിൽ നിന്ന് നോക്കിയപ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിനേക്കാളും വലിയ ഭംഗിയുള്ളൊരു കൊട്ടാരം. അങ്ങനെ ബുഡാ കൊട്ടാരത്തിൽ നിന്ന് രാജാവ് നോക്കിയപ്പോൾ രാജാവിൻ്റെ മോളും ആ രാജകുമാരനും പുതിയ രാജകുമാരനും കൂടെ ഈ വലിയ കൊട്ടാരത്തിൽ സന്തോഷമായിട്ട് ജീവിച്ചു. ഇതെല്ലാം ഹംഗേറിയൻ സ്റ്റോറീസും ഫോക്ക് ടെയിൽസും എല്ലാം നിറഞ്ഞിട്ടുള്ള സ്ഥലമാണിത്. ഇവിടെ കുറേ സ്റ്റോറീസ് ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ ഒരു വേർഷനാണ്. പക്ഷെ ഇത് എൻ്റെ വേർഷനായിട്ട് ഈ കുബേബിനെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നതാണ്. ഓരോ കേസ് ഇത് വീഡിയോ തീരാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഇന്നലെ ബോട്ട് ടൂറിന് മുമ്പായിട്ട് ഞങ്ങൾക്കൊരു വാമ്പയർ വാക്കിംഗ് ടൂർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. എൻ്റെ പോന്നെ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് ഡ്രാക്കുളയുടെ പോയ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് തൊപ്പിയൊക്കെ വെച്ച് ഒരു ചെരാതുകളൊക്കെ കൊണ്ടുപോയിട്ട് പുള്ളിക്കാരൻ നമ്മളെ ഈ ബുഡാപെസ്റ്റിൻ്റെ ഓൾഡ് കാസിൽ സിറ്റി കൂടെ നടത്തിച്ച് കട്ട ഗോറിയായിട്ടുള്ളതും കട്ട
ക്രീപ്പി ആയിട്ടുള്ള കുറേ അടിപൊളി ഹംഗേറിയൻ ഫോക്ക് ടെയിൽസ് നമുക്ക് പറഞ്ഞു തന്നായിരുന്നു. വ്ലാഡ് ഡ്രാക്കുള, എലിസബത്ത് ബാത്തറി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റോറി വിത്ത് എക്സ്പ്ലനേഷൻ, ഓരോരോ ഗ്രൂസമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എക്സ്പ്ലനേഷൻ ചെയ്തുകൊണ്ടാണ് പുള്ളിക്കാരൻ മൊത്തം പറഞ്ഞു തന്നത്. ഫണ്ണി ആയിരുന്നു അല്ലേ? റെഡ് കളർ ഡ്രിങ്ക് ഒക്കെ പുള്ളിക്കാരനൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളിക്കാരൻ ഒരു കുപ്പിയിൽ നിന്ന് റെഡ് കളർ ചോര വലിക്കുന്ന സാധനത്ത് ഇങ്ങനെ കുടിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ കുറച്ച് ക്രീപ്പ് ഔട്ട് ആവും. പക്ഷെ ആൾ അത്യാവശ്യം ഫണ്ണി ആയിരുന്നു. കുറേ തമാശകളൊക്കെ ഇടയ്ക്ക് പറയും, ക്രീപ്പി ആയിട്ടുള്ള തമാശകൾ ഇടയ്ക്ക് പറയും. അതും കൂടെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐറ്റിനറിയിൽ ആഡ് ചെയ്യണം. ഞങ്ങൾ ബുഡാപെസ്റ്റ് എന്ത് വിചാരിച്ചു അതിൻ്റെ ഒരു 20 times ബെറ്റർ ആയിരുന്നു. മൈൻഡ് ബ്ലോൺ ആയിരുന്നു. അടിപൊളി. ഞങ്ങളുടെ ഇതൊരു പോയ ട്രിപ്പുകളിൽ വൺ ഓഫ് ദ ഫേവറേറ്റ് സിറ്റിയായി മാറിയൊക്കെയാണ് ബുഡാപെസ്റ്റ്. ഇനി എന്തായാലും ഞങ്ങൾ തിരിച്ചു വരും. എനിക്ക് ഒരു ദിവസം കൂടി വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ യാത്രകൾ കണ്ടിന്യൂ ചെയ്യാണ്. അടുത്ത കൺട്രി ആൻഡ് അടുത്തൊരു വലിയ സിറ്റിയിലോട്ടാണ് ഞങ്ങളും പോണത്, കുറേ പ്രതീക്ഷകളായിട്ട്. സോ നിങ്ങൾ ഈ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഈ വീഡിയോനെ കുറിച്ചോ ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഇതുപോലെ കാച്ചി വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. സിയാ.